പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. BM മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മൾക്കായി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ മരണത്തിൻ്റെ അഗാധ കൂപങ്ങളിലേക്ക് വീണുപോയ തൻ്റെ സ്നേഹിതനായ തനിക്ക് പ്രിയനായ ലാസറിനെ ഉയർപ്പിക്കുന്ന ഒരു സംഭവ കഥയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത്. എന്നാൽ നാം കുറിവാക്യമായി വായിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം വളരെ പ്രസിദ്ധമാണ്. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. ദൈവമക്കളെ, അനവധി നാളുകൾ പലതായ വിഷയങ്ങളുടെ മുന്നിൽ നാം ഭാരപ്പെട്ടും കല്ലറയ്ക്ക് സമമായും പല വേദനകൾ അനുഭവിച്ചും നമ്മുടെ ഭവനങ്ങളിലും നാം ആയിരിക്കുന്ന ജോലി മേഖലകളിലും നാം ആയിരിക്കുന്ന ശുശ്രൂഷ മേഖലകളിലും നമ്മുടെ തലമുറകളായിരിക്കുന്ന ഇടങ്ങളിലുമെല്ലാം വളരെ പ്രതിസന്ധികൾ നാം അനുഭവിച്ചും ദുഃഖത്തോടും കൂടി ആയിരിക്കുകയാണ്. അതിന് ആഴ്ചകളുടെയും വർഷങ്ങളുടെയും ദിവസങ്ങളുടെയൊക്കെ പഴക്കമുണ്ടാകാം. എന്നാൽ തനിക്ക് പ്രിയനായിരിക്കുന്ന ലാസർ മരണത്തിലേക്ക് നയിക്കപ്പെടാൻ തക്കവണ്ണം ഒരു ദീനത്തിൽ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോഴും ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വം